Good morning and welcome to വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. 15 മാസം അധികാരത്തിലിരുന്നതിനിടയ്ക്ക് 22 രാജ്യങ്ങൾ സഞ്ചരിച്ച് ചരിത്ര റെക്കോർഡിട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത് വലിയ ആഘോഷത്തോടെ ഒരുപക്ഷെ മാധ്യമങ്ങൾ കൊണ്ടാടിയിട്ടുമുണ്ട്. ഇതാ ഇപ്പോൾ അദ്ദേഹം അമേരിക്കൻ സന്ദർശനത്തിന് ഒരിക്കൽ കൂടി അമേരിക്കൻ സന്ദർശനത്തിന് പുറപ്പെടുന്നു. ഇന്ന് അമേരിക്ക മാത്രമല്ല അയർലൻഡും അദ്ദേഹം സന്ദർശിക്കുന്നു. ആ വാർത്ത ജന്മഭൂമി എന്ന പത്രം, സംഘപരിവാരത്തിൻ്റെ പത്രം, ഒന്നാം പേജിൽ തരുമ്പോൾ അതിൽ അതിശയത്തിന് അവകാശമില്ല. ഒന്നാം പേജിൽ ആ വാർത്ത ജന്മഭൂമി തരുന്നത് കാണുക. അയർലൻഡ് US സന്ദർശനം മോദി ഇന്ന് പുറപ്പെടും. ഇന്നാണ് അദ്ദേഹം പുറപ്പെടുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനിടയ്ക്ക് ഐക്യരാഷ്ട്രസഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്യും. 7 ദിവസത്തെ അയർലൻഡ് US സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഇന്ന് അയർലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി അവിടുത്തെ നേതാക്കളുമായി ചർച്ച നടത്തും. 60 വർഷമായി അയർലൻഡിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയിട്ട്, അയർലൻഡിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അവസാനത്തേതും അദ്ദേഹം ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. അതിനുശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അയർലൻഡിലെത്തുന്നത് ഇതാദ്യമായാണ് എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. 60 വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അയർലൻഡിലെത്തും. തുടർന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് സഞ്ചരിക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അങ്ങനെ പുതിയ വിദേശ പര്യടനത്തിലേക്ക് മോദി സഞ്ചരിക്കുന്നു ഇന്ന്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഇടപാടുകൾക്ക് അംഗീകാരം നൽകുന്നു മോദിയുടെ ക്യാബിനറ്റ്. ആ വാർത്ത ഇന്ന് സിറാജ് എന്ന പത്രം പ്രധാനപ്പെട്ട വാർത്തയാക്കി ഒന്നാം പേജിൽ തരുന്നു. ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ. US-മായി കോടികളുടെ കോപ്റ്റർ ഇടപാട് എന്ന ശീർഷകത്തിൽ സിറാജ് ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ തരുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി US-മായി കോടികളുടെ ഹെലികോപ്റ്റർ അനുമതി നൽകി. ഇന്ന് ചേർന്ന യോഗമാണ് 22 അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളും 15 ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളും വാങ്ങുന്നതിന് അനുമതി നൽകിയത്. അതിന് $250 കോടി $16,000 കോടിയിലധികം ഇന്ത്യൻ രൂപ അതിന് നൽകപ്പെടേണ്ടി വരും. അങ്ങനെ വലിയ ആയുധ ശേഖരത്തിലേക്ക് നീങ്ങുന്നു ഇന്ത്യ. അതുകൊണ്ടും തീർന്നില്ല. സിറാജിൻ്റെ ലീഡ് വാർത്ത കാണുക. ഇസ്രയേലിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങും. അതും പുതിയ നിലപാട് തന്നെയാണ്. ഇസ്രയേൽ ഒരുപക്ഷെ അതിൻ്റെ സിയോണിസ്റ്റ് വീക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സോഷ്യലിസവുമായി പൊരുത്തപ്പെടുന്ന ഒരു രാജ്യമായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല ആദ്യഘട്ടത്തിൽ. എന്നാൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അതിൻ്റെ സ്വഭാവം മാറി. RSS-മായി നല്ല ബന്ധം പുലർത്തുന്ന ഇസ്രയേലും മൊസാദും ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മോദി അധികാരത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഉറ്റ തോഴനായി മാറിയിട്ടുണ്ട്. ആ ഇസ്രയേലിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങാൻ പോകുന്നു. ഡ്രോണുകളെന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങളാണ് അതിൻ്റെ പ്രത്യേകത. ആളില്ലാതെ പായുന്ന യുദ്ധവിമാനങ്ങൾ, പൈലറ്റ്ലെസ് യുദ്ധവിമാനങ്ങളാണ്. അതും വാങ്ങിക്കൂട്ടുന്നു ഇന്ത്യ. കാണുക സിറാജിൻ്റെ ലീഡ് വാർത്ത. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ആളില്ല യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. തീവ്രവാദികൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ തദ്ദേശീയമായി ഡ്രോണുകൾ വികസിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിൻ്റെ പിന്നാലെയാണ് ഇസ്രയേലിൽ നിന്ന് കൂടുതൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ചൈനയും തദ്ദേശീയമായി ഡ്രോണുകൾ വികസിപ്പിക്കുന്നുണ്ട്. തൽക്കാലം അതിന് കഴിയാത്തതുകൊണ്ട് ഇന്ത്യ ഇസ്രയേലിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങി കൂട്ടുന്ന വാർത്തയും സിറാജ് നമുക്ക് തന്നിരിക്കുന്നു. ഇതേ വാർത്ത തന്നെയാണ് ഹിന്ദു എന്ന പത്രവും ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട്. ഇന്ത്യൻ മതേതരത്വത്തെ തന്നെ പുനർനിർവചിക്കുമോ ഹിന്ദുത്വ നേതാക്കൾ? RSS-ൻ്റെയും BJP-യുടെയും അധികാര ആരോഹണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു എന്ന പത്രം കാണുക. ഹിന്ദു എന്ന പത്രം ഒന്നാം പേജിൽ ആശങ്കയുണർത്തുന്ന ഒരു വാർത്ത നമുക്ക് തരുന്നുണ്ട്. ഹിന്ദുത്വ ലീഡേഴ്സ് റൈസ് ക്വസ്റ്റ്യൻസ് ഓൺ സെക്കുലാരിസം. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലാണ് ഇന്ദിരാഗാന്ധിയുടെ ആഭിമുഖ്യത്തിൽ
ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന കാര്യം ഭരണഘടന ആമുഖത്തു തന്നെ സൂചിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അതുവരെ സെക്കുലാരിസം എന്ന വാക്ക് തന്നെ ഉണ്ടായിരുന്നില്ല ആമുഖ ഭാഗത്ത്. എന്നാൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ആ മാറ്റമുണ്ടല്ലോ, ആമുഖത്തിലേക്ക് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, സെക്കുലാർ നേഷനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം പുനഃപരിശോധിക്കാനും എടുത്തുകളയുവാനുമാണ് ഒരുപക്ഷെ ഹിന്ദുത്വ നേതാക്കൾ ശ്രമിക്കുന്നത് എന്ന് ഹിന്ദുവിൻ്റെ 1-ാം പേജ് വാർത്തയിൽ വികാസ് പഥക് അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ ഒരു കാര്യം, സത്യത്തിൽ RSSകാരോ BJPക്കാരോ സംസാരിക്കുമ്പോൾ ഇന്ത്യ ആമുഖ പരാമർശം നടത്തിയിരിക്കുന്ന മതേതരത്വം എന്ന വാക്കിന് മതേതരത്വം അല്ലെങ്കിൽ കപട മതേതരത്വം, സൂഡോ സെക്കുലാരിസം എന്ന വാക്കാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ ഇനിയിപ്പോൾ എന്തിന് മതേതരത്വം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം? അത് അനാവശ്യമായൊരു വാക്കല്ലേ എന്നാണ് RSSൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രത്യയശാസ്ത്രകാരനുമായ സുരേഷ് ജോഷി ചോദിക്കുന്നത് എന്ന് ഹിന്ദു പറയുന്നു. മതേതരത്വം എന്ന വാക്ക് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന അഭിപ്രായം കൂടി ഹിന്ദുത്വ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആമുഖ പരാമർശം, മതേതരത്വ രാജ്യമെന്ന ആമുഖ പരാമർശം എടുത്തു കളയണമെന്ന് ഹിന്ദുത്വ നേതാക്കൾ ആവശ്യപ്പെടുന്ന കാര്യം വികാസ് പഥക് ഹിന്ദുവിൻ്റെ 1-ാം പുറത്ത് തന്നെ വാർത്തയായി തരുമ്പോൾ എങ്ങോട്ടാണ് ഇന്ത്യ രാജ്യം നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്നു. ആശങ്ക ഉണർത്തുന്ന വാർത്ത തന്നെയാണ് അത്. നിലവിലുള്ള സംവരണ തത്വം തന്നെ പുനഃപരിശോധിക്കണം എന്നാണ് RSS അവകാശപ്പെടുന്നത്. മോഹൻ ഭാഗവത് അത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇന്നലെ അത് വാർത്തകളാക്കി എത്തിക്കപ്പെട്ടിരുന്നു. ദേശാഭിമാനി മോഹൻ ഭാഗവതിൻ്റെ ആ നിലപാട്, RSS നേതാവിൻ്റെ നിലപാട് ഇന്നലെ ലീഡ് വാർത്തയാക്കി നമുക്ക് തരികയും ചെയ്തിരിക്കുന്നു എന്ന അത്ഭുതവും സംഭവിച്ചു. മോഹൻ ഭഗവതിൻ്റെ ആ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി VHP രംഗത്ത് വരികയും ചെയ്തു. ഏതായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നോക്കക്കാർക്ക് പൂർണ്ണമായും ആധിപത്യമുള്ള വോട്ട് ബാങ്കുകളുള്ള സ്ഥലമാണ് ബീഹാർ. അത്തരമൊരു സാഹചര്യത്തിൽ നിലവിലുള്ള സംവരണ നയം തന്നെ പുനഃപരിശോധിക്കണം എന്ന് പറയുന്ന RSSന് എങ്ങനെയാണ് ബീഹാറിലെ ആളുകൾ, സാധാരണക്കാർ വോട്ട് ചെയ്യുന്നത് എന്ന ആശങ്ക BJPയുടെ അവിടെയുള്ള പ്രതീക്ഷയ്ക്ക് അടിപതറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു BJPയെ എന്നാണ് ദേശാഭിമാനി അതിൻ്റെ ഇന്ത്യ ലോകം പേജിലെ ഒരു വാർത്തയിലൂടെ നിരീക്ഷിക്കുന്നത്. സംവരണ വിരുദ്ധ നിലപാട് ബീഹാറിൽ BJPക്ക് അടിപതറുന്നു. നരേന്ദ്രമോദിയെ വികസന നായകനാക്കി ഉയർത്തിക്കാട്ടി ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരുന്ന BJPക്ക് RSS സർസംഘചാലക് മോഹൻ ഭഗവതിൻ്റെ സംവരണ വിരുദ്ധ പരാമർശം തിരിച്ചടിയായി. VHP കൂടി അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ BJPയുടെ അവിടെയുള്ള നിലപാട് പരുങ്ങലിലായിരിക്കുന്നു എന്നാണ് ഈ ദേശാഭിമാനി വാർത്ത ഇന്ന് നമ്മോട് പറയുന്നത്. ഇന്നലെ പത്രങ്ങൾ നമുക്ക് തന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ വരുന്ന വാർത്തയായിരുന്നു. അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കൂട്ടുന്നതിലായിരുന്നു കേന്ദ്ര സർക്കാർ, കേന്ദ്രമന്ത്രി. അത് എങ്ങനെയോ വാർത്ത ചോർന്ന് പത്രങ്ങളിലെത്തിയപ്പോൾ അതിൻ്റെ പ്രതിഫലനവും ഉണ്ടായി. ഭയപ്പെടുന്നത് മാതിരി സാമൂഹ്യ മാധ്യമങ്ങളിലെ നിയന്ത്രണം വരാൻ പോകുന്നില്ല. വാട്സാപ്പ്, വൈബർ, ട്വിറ്റർ, ഫേസ്ബുക്ക്, ജിമെയിൽ തുടങ്ങിയ രംഗങ്ങളിൽ നാം വ്യക്തിഗതമായി നടത്തുന്ന ഇടപാടുകൾ 90 ദിവസത്തേക്ക് ഡിലീറ്റ് ചെയ്തുകൂടാ. അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരും എന്ന നിലയ്ക്ക് നിയമമുണ്ടാക്കാനിരുന്ന കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് ഏകദേശം പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന നല്ല സ്വാതന്ത്ര്യത്തിൻ്റെ വായു കടത്തിവിടുന്ന വാർത്ത. കേരള കൗമുദി അത് ലീഡാക്കിയിരിക്കുന്നു. ആപ്പായി കിരാത നയം മാറ്റി എന്നൊക്കെയാണ് ലീഡ് എഴുതിയിരിക്കുന്നത്. എന്താണ് കേരള കൗമുദിയുടെ ബ്യൂറോ അതുമായി ബന്ധിപ്പിച്ച അല്ലെങ്കിൽ ഡെസ്ക് ഇപ്രകാരം ഒരു ലീഡ് നൽകുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ചോദിക്കരുത്. അങ്ങനെയൊക്കെയാണ് ആ പത്രത്തിൻ്റെ രീതികൾ. ആപ്പായി കിരാത നയം മാറ്റിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജനവിരുദ്ധ നയം മാറ്റിയതിൻ്റെ യാതൊരു ശുഭസൂചകമായ
സംവേദനവും അതിൽ നടക്കുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേരള കൗമുദി പറയുക. സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞു നോക്കുന്ന ദേശീയ എൻക്രിപ്ഷൻ നയം കേന്ദ്രം പിൻവലിച്ചു. അത്രയേ ഉള്ളൂ ഈ ലീഡിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. വാട്സാപ്പ്, ജിമെയിൽ തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉള്ളടക്കം 90 ദിവസം വരെ സൂക്ഷിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ദേശീയ എൻക്രിപ്ഷൻ നയത്തിൻ്റെ കരട് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ജയിൽ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ആ നയം മാറ്റി എന്നത് ഒരുപക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന് ആശ്വാസദായകമായ ഒരു നിലപാട് തന്നെയാണ്. എഞ്ചിനീയറിംഗ് സീറ്റുകൾ കൊണ്ട് മടുത്തിരിക്കുന്നു മലയാളികൾ. ഒരു പ്രയോജനവുമില്ല പഠിച്ചിട്ട്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് സീറ്റുകൾ കുറയ്ക്കുന്നു. 1ഉം 2ഉം ഒന്നുമല്ല, 6 ലക്ഷം എഞ്ചിനീയറിംഗ് സീറ്റുകൾ കുറയ്ക്കുന്നു. ദീപിക എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടാൻ വേണ്ടി നെട്ടോട്ടമോടിയ മലയാളികൾക്കാണ് ഈ വാർത്ത വായിക്കേണ്ട ഗതികേട് വരുന്നത്. കാണുക, 6 ലക്ഷം എഞ്ചിനീയറിംഗ് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കും. വിദ്യാഭ്യാസ നിലവാരം തൃപ്തികരമല്ലാത്തതിനാൽ രാജ്യത്തെ 6 ലക്ഷം എഞ്ചിനീയറിംഗ് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ നീക്കം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തെ നിലവാരത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. 1/3 ഭാഗം സീറ്റുകളാണ് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. അധികം വൈകാതെ ഏകദേശം പകുതിയോളം സീറ്റുകൾ എങ്കിലും അടുത്ത വർഷത്തോടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആ രംഗത്ത് നീങ്ങുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട, സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് ആഹ്ലാദിക്കാം. മെഡിക്കൽ സീറ്റുകൾക്ക് പറയുന്ന വിലയാണ്. കോടതി വഴിയായാലും മറ്റ് സ്വാധീന മണ്ഡലങ്ങൾ ഉപയോഗിച്ചായാലും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ വലിയ കച്ചവടം നടത്തുന്ന രംഗമായി അതിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ പുതിയ കോളേജുകൾ രംഗത്ത് വരികയും ചെയ്യുന്നു. ചെട്ടിയങ്ങാടി തെരുവിൽ വർഷങ്ങൾക്ക് മുമ്പ് അഴീക്കോടൻ രാഘവൻ വധിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഗൗരവതരമായ ഒരു സ്വാധീനമുണ്ടാക്കിയ വധമായിരുന്നു അത്. ആ വധത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു? എന്തിനായിരുന്നു ആ വധം നടത്തിയത്? ആരുടെ താല്പര്യമാണ് അതുവഴി സംരക്ഷിക്കപ്പെട്ടത് എന്നതിനെയൊക്കെ സംബന്ധിച്ച് വൻതോതിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ആ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു കാതം പുതിയ ഒരു ഇത് പ്രയോഗക്ഷമത നൽകിക്കൊണ്ട് അതുമായി ബന്ധിപ്പിച്ച് ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ഒരാൾ രംഗത്ത് വന്ന് പറയുന്നത് തനിക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണമായും അറിയാം. അന്ന് അഴീക്കോടൻ രാഘവൻ തൃശ്ശൂരിൽ എത്തിച്ചേർന്നത് ഇതുവരെ നാം പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന മാതിരി കരുതിയ മാതിരിയുള്ള കാരണങ്ങൾക്കല്ല, പുതിയ ചില കാരണങ്ങളുണ്ട്. അത് വെളിവാക്കുന്നത് കേരളത്തിലെ വലിയൊരു പത്രാധിപരും കൂടിയാണ്. ഏതായാലും ആ വാർത്ത പുതിയ വാർത്താ മാനങ്ങൾക്ക് ജന്മം നൽകുമെന്ന് ഉറപ്പുള്ള വാർത്തയാണ്. കൊല ചെയ്യപ്പെടുന്ന അന്ന് രാത്രി എന്തിനാണ് അഴീക്കോടൻ രാഘവൻ തൃശ്ശൂരിൽ വന്നത്? അതേ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരുന്ന ചിരസമ്മതമായ വ്യാഖ്യാനത്തെ തിരുത്തിക്കൊണ്ട് സാക്ഷാൽ വീരേന്ദ്രകുമാർ പറയുന്നത് കാണുക. കൊല്ലപ്പെടും മുമ്പ് അഴീക്കോടൻ തൃശ്ശൂരിലെത്തിയത് തന്നെ കാണാൻ എന്ന് വീരേന്ദ്രകുമാർ അവകാശപ്പെട്ടിരിക്കുന്നു. മാധ്യമം എന്ന പത്രം കേരളീയം പുറത്ത് ആ വാർത്ത തരുമ്പോൾ മാധ്യമം മാത്രമാണ് ആ വാർത്ത നമുക്ക് തരുന്നത്. ബ്രേക്കിംഗ് ന്യൂസാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ സക്കീർ ഹുസൈൻ മാധ്യമത്തിലൂടെ ഇങ്ങനെ പറയുന്നു. കൊല്ലപ്പെടും മുമ്പ് അഴീക്കോടൻ രാഘവൻ തൃശ്ശൂരിലെത്തിയത് തന്നെ കാണാനായിരുന്നു എന്ന് SJD നേതാവ് MP വീരേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. അഴീക്കോടൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതി ഇഗ്നേഷ്യസിൻ്റെ ആത്മകഥ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടാണ് വീരേന്ദ്രകുമാർ ഇക്കാര്യം പറഞ്ഞത്. ആ സുഹൃത്തുക്കൾ വീഴാതെ കെട്ടാതെ ആ കാര്യം മാധ്യമത്തെ എഴുതി അറിയിക്കുകയാണ്. അവർക്ക് റിട്ടണായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി മാധ്യമത്തിന് മുന്നോട്ട് പോകാം. ഇതുവരെ അതുമായി ബന്ധിപ്പിച്ച് നാം അറിഞ്ഞിരുന്നത് നവാബ് രാജേന്ദ്രൻ്റെ ഒരു രഹസ്യ കത്ത്. ആ കത്ത് നഷ്ടപ്പെട്ടതുമായി ബന്ധിപ്പിച്ച് കത്ത് അഴീക്കോടൻ രാഘവൻ്റെ കയ്യിലായിരുന്നു. ആ കത്ത് അന്ന് വെളിച്ചം കണ്ടിരുന്നെങ്കിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നത് സാക്ഷാൽ K. കരുണാകരനായിരുന്നു. ഇതൊക്കെയാണ് നാം കേട്ടിരുന്നത് എങ്കിൽ നവാബ് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് അന്ന് രാത്രി അഴീക്കോടൻ രാഘവൻ തൃശ്ശൂർ ചെട്ടിയങ്ങാടി തെരുവിലെത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അതങ്ങനെയല്ല. തന്നെ കാണാനാണ് അദ്ദേഹം വന്നത് എന്ന് വീരേന്ദ്രകുമാർ പറയുന്നു. രാജേന്ദ്രൻ്റെ വാക്കുകളായിരുന്നു പലരും ഇതുവരെ വിശ്വാസത്തിലെടുത്തിരുന്നത്.
അതേസമയം അഴീക്കോടൻ തൃശ്ശൂരിലേക്ക് വരുന്ന കാര്യം CPM-ലെ വിരലിലെണ്ണാവുന്ന ചിലർക്കേ അറിയുമായിരുന്നുള്ളൂ എന്ന വീരേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വധം സംബന്ധിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് വഴി തുറക്കുകയാണ് എന്നുകൂടി പറഞ്ഞു വച്ചിരിക്കുന്നു മാധ്യമം. ഒരുപക്ഷെ വൻതോതിൽ ആശയ കുഴപ്പങ്ങളുടെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഭ്രൂണം ഈ വാർത്തയ്ക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. വീരേന്ദ്രകുമാർ പറയുന്നത് കൊണ്ട് വലിയ വിശ്വാസ്യതയൊന്നും മലയാളികൾ നൽകാൻ ഇടയില്ലാത്തത് കൊണ്ടും അന്ന് അത്രമാത്രം അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ല വീരേന്ദ്രകുമാർ എന്നതുകൊണ്ടും വീരേന്ദ്രകുമാറിനെ കാണാൻ എന്തിന് അദ്ദേഹം പോകണമെന്നത് സാർത്ഥകമായി സമർത്ഥിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടുമൊക്കെ ഒരുപക്ഷെ ഈ വാർത്ത ആരും ശ്രദ്ധിക്കാതെ കടന്നുപോയി എന്നും വരാം. എങ്കിലും പുതിയ പുതിയ വാർത്തകൾക്ക് ജന്മം കൊടുക്കാൻ പാകത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പൊട്ടിക്കുന്ന അമുട്ടുമാതിരി ഈ വാർത്തകൾ മുന്നേറുകയും ഒരുപക്ഷെ CPM വലിയ നിലവാരത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വരികയും ചെയ്യുന്ന ഒരു വാർത്തയായി ഇത് മാറിക്കൂടായികയില്ല എന്നും നിരീക്ഷിക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ശിശിരകാലമാണിത്. 7-8 മാസങ്ങൾ അവശേഷിക്കുന്നു. ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞ് മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ശിശിരകാലത്ത് സർക്കാർ ഭൂമി മുഴുവൻ വിറ്റ് തുലയ്ക്കുന്ന വാർത്ത മംഗളം എന്ന പത്രം ഇന്ന് ലീഡാക്കിയിരിക്കുന്നു. മംഗളം എന്ന പത്രം മാത്രമാണ് ഈ വാർത്ത ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് എന്ന പ്രത്യേകതയും ബ്രേക്കിംഗ് ന്യൂസിൻ്റെ അവകാശവും മംഗളത്തിന് ഉണ്ട്. മുദ്രപത്രം വേണ്ട, വെറും കരാർ മതി. കുടിയേറ്റ ഭൂമിക്ക് കടലാസ് വില. വെറും വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. 1977 മുമ്പുള്ള മുഴുവൻ ഭൂമിയും ആരുടെ കൈകളിലേക്ക് മറിച്ചു നൽകാവുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാനുള്ള മാറ്റം ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നു കുഞ്ഞുഞ്ഞ്. വാർത്ത കാണുക. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്ത നമുക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഈ വാർത്ത ശരിയാണെങ്കിൽ വലിയ തോതിൽ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വാർത്തയാണ്. കുടിയേറ്റ ഭൂമിക്ക് കടലാസ് വില തീരുമാനിക്കുന്നു ഉമ്മൻചാണ്ടി. വാർത്ത ഇപ്രകാരം: മുദ്രപത്രം വേണ്ട, വെറും കരാർ മതി. കുടിയേറ്റ ഭൂമിക്ക് കടലാസ് വില. കുടിയേറ്റ ഭൂമി കൈമാറാനോ വിൽക്കാനോ ഇനി വെള്ളക്കടലാസിൽ എഴുതിയ കരാർ മതി. ഭൂമി കൈമാറ്റത്തിന് മുദ്രപത്രം നിർബന്ധമാക്കിയ നടപടി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ സർക്കാർ ഭേദഗതി ചെയ്ത് റദ്ദാക്കി. 1977 ജനുവരി 1 മുമ്പുള്ള കുടിയേറ്റ ഭൂമി ഇടപാടുകൾക്കാണ് ഇത് ബാധകം. എന്നാൽ കുടിയേറ്റക്കാരെ സഹായിക്കാനെന്ന പേരിൽ കൊണ്ടുവരുന്ന ഭേദഗതി മലയോര മേഖലയിൽ പട്ടയരഹിത ഭൂമി വാങ്ങിക്കൂട്ടാനും കയ്യേറാനും മാഫിയയ്ക്ക് അവസരമൊരുക്കും. ഭൂമി ഇടപാടുകൾക്ക് സാധുത നൽകാൻ കേരള പതിച്ചു നൽകൽ പ്രത്യേക ചട്ടങ്ങളാണ് ഭേദഗതി ചെയ്തത്. 1977 മുമ്പ് വനഭൂമിയിൽ കുടിയേറിയവരെ സഹായിക്കാനാണ് ഇത് എന്ന് വിജ്ഞാപനത്തിലെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. ചുരുക്കത്തിൽ വനഭൂമി വൻതോതിൽ ഇല്ലാതാകും. ആദിവാസി ഭൂമി തട്ടിയെടുത്തവർക്ക് അതെല്ലാം നിയമപരമായി നിലനിർത്താൻ കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടും. ഭേദഗതി വിജ്ഞാപനത്തിലൂടെ മലയോരങ്ങളിൽ മാഫിയയ്ക്ക് വലിയ ചാകര ഒരുക്കി വച്ചിരിക്കുന്നു. പോകുന്ന പോക്കിൽ വിത്ത് കുത്തി ഉണ്ണുന്നു കുഞ്ഞുഞ്ഞ് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മംഗളത്തിൻ്റെ ഈ വാർത്ത തുടർ വാർത്തകൾക്ക് ജന്മം നൽകിക്കൂടായികയില്ല. കൺസ്യൂമർ ഫെഡിൻ്റെ ഒരു സവിശേഷത, അവിടെ സമരം നടത്തുന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലല്ല. ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ട്രേഡ് യൂണിയനുകളല്ല അവിടെ ഏറ്റുമുട്ടുന്നത്. മറിച്ച് ഭിന്നരായ 2 ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്ക് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിലേക്ക്, പോലീസ് ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക്, എന്തിന് മാധ്യമപ്രവർത്തകർ തലങ്ങും വിലങ്ങും തല്ലുകൊള്ളുന്ന അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുന്നു. കൺസ്യൂമർ ഫെഡിൽ നിന്ന് ഇന്നലെ വന്ന വാർത്തകൾ അങ്ങനെയാണ്. ദേശാഭിമാനി പത്രം അത് ഇന്ന് ലീഡാക്കിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിൽ 100 കോടിയുടെ ക്രമക്കേട് എന്ന ശീർഷകത്തിലാണ് ആ സ്ഥാപനത്തിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ചുള്ള വാർത്ത ദേശാഭിമാനി തരുന്നത്. സതീശൻ പാച്ചേനിയുടെ റിപ്പോർട്ടിലാണ് 100 കോടിയുടെ ക്രമക്കേട് നടന്നതായി വെളിവാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ദേശാഭിമാനി പറയുന്നു. റിപ്പോർട്ട് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് യോഗം തള്ളി. അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സതീശൻ പാച്ചേനി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ്. CN റെജി ആ വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സചിത്രമായി. കാണുക. കൺസ്യൂമർ ഫെഡിൽ പ്രസിഡന്റ് ജോയ് തോമസിൻ്റെ നേതൃത്വത്തിൽ
4 വർഷത്തിൽ 100 കോടിയുടെ ക്രമക്കേട് നടത്തിയതായി സതീശൻ പാച്ചേനിയുടെ റിപ്പോർട്ട് പ്രസിഡന്റ്, മാനേജിംഗ് ഡയറക്ടർ, ഉപസമിതി അംഗങ്ങൾ എന്നിവർക്ക് കൈമാറി. എന്നാൽ ഉപസമിതി അംഗങ്ങളുമായി ചർച്ച നടത്താതെ പാച്ചേനി തനിച്ചുണ്ടാക്കിയതാണെന്ന് ആരോപിച്ച് റിപ്പോർട്ട് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് യോഗം തള്ളിക്കളയുകയും ചെയ്തു. അതുകൊണ്ട് അതിന് പ്രസക്തിയൊന്നുമില്ല. സത്യത്തിൽ എത്രയാണ് ജോയി തോമസും തച്ചങ്കേരിയാണോ ജോയി തോമസ് ആണോ അവിടെ കൂടുതൽ അഴിമതി നടത്തിയത് എന്ന തർക്കമാണുള്ളത്. ഇനി അഴിമതിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന തുക 50 കോടിയാണോ 100 കോടിയാണോ എന്ന തർക്കം മാത്രമേ കോൺഗ്രസ്സിന് തന്നെയുള്ളൂ. അഴിമതി നടന്നില്ല എന്ന തർക്കമൊന്നുമില്ല. ഏതായാലും 100 കോടി രൂപയാണ് ക്രമക്കേടാണ് സതീശൻ പാച്ചേനിയുടെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ദേശാഭിമാനി പറയുമ്പോൾ മനോരമ അതേ തുക 50 കോടിയായി ചുരുക്കി പറയുന്നു. ദേശാഭിമാനിയും മംഗളവും 100 കോടി എന്ന് പറയുന്നു. മാധ്യമം ദീപിക 50 കോടി എന്ന് പറയുന്നു. ജന്മഭൂമി 100 കോടിയെന്നും സിറാജ് 50 കോടിയെന്നും പറയുന്നു. ഏതായാലും 50 കോടിയാണെങ്കിലും 100 കോടിയാണെങ്കിലും കോടികളാണ് തിരിമറി നടത്തപ്പെട്ടത് എന്ന കാര്യത്തിൽ അത് ജോയി തോമസ് ആണോ അതോ തച്ചങ്കേരി തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും തർക്കമൊന്നുമില്ല. മാധ്യമം എന്ന പത്രം അത് ലീഡാക്കിയിട്ടുണ്ട്. കാണുക, കൺസ്യൂമർ ഫെഡിൽ അഴിമതി എന്ന് റിപ്പോർട്ട് 5 വർഷം കൊണ്ട് 50 കോടി രൂപയാണ് തട്ടിയത് എന്ന് മാധ്യമം പറയുമ്പോൾ അത് നേർപകുതിയാണ്. ദേശാഭിമാനി പറഞ്ഞ തുകയിൽ നേർപകുതിയാണ് മാധ്യമം മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ SNDP സ്പോൺസർ ചെയ്യുന്ന പുതിയ പാർട്ടിയുമായി കൈകോർത്ത് പിടിക്കാം എന്നായിരുന്നു വലിയ സ്വപ്നം നെയ്തത് BJP. ആ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി അധപ്പതിച്ചു. കാരണം അടിയന്തിരമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വെള്ളാപ്പള്ളി ജൂനിയറിനെ രംഗത്തിറക്കുന്നത് നല്ല കാര്യമായിരിക്കില്ല, പ്രയോജനം ചെയ്യില്ല എന്ന തിരിച്ചറിവ് വെള്ളാപ്പള്ളി സീനിയറിനുണ്ടായി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി ഉടനെയില്ല. സമാന ചിന്താഗതിക്കാരുമായി സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന അവസ്ഥയിലേക്കോ അവസ്ഥാന്തരത്തിലേക്കോ ഒരുപക്ഷെ ഉറപ്പില്ലായ്മയിലേക്കോ ഉളുപ്പില്ലായ്മയിലേക്കോ സീനിയർ വെള്ളാപ്പള്ളി മാറിത്തീർന്നൊരു സാഹചര്യത്തിൽ സ്വപ്നങ്ങൾ അവശേഷിക്കുന്നു ഇപ്പോഴും BJPക്ക്. കാണുക, മാതൃഭൂമിയുടെ 1-ാം പുറം തന്നെ ആ വാർത്ത തരണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, രാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിൽ പോകുന്നത്. കാണുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് SNDP ശാഖ ഭാരവാഹികൾ BJP പിന്തുണയോടെ മത്സരിക്കും. അങ്ങനെയാണ് BJP പിന്തുണയ്ക്കുന്ന പാർട്ടിയായി SNDP മുന്നണിയിലെത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ സമുദായ സംഘടനയോ എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു അലങ്കോല അവസ്ഥയിലുമായി. വാർത്തയുടെ വിശദാംശങ്ങൾ P. അനിൽകുമാർ ഇങ്ങനെ തരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJPയുമായി ചേർന്ന് നേരിടാൻ SNDP യോഗ നേതൃത്വം ധാരണയിലെത്തി. SNDP യോഗം ശാഖാ ഭാരവാഹികൾ പഞ്ചായത്തുകളിൽ BJP പിന്തുണയോടെ മത്സരിക്കും. സ്ഥാനാർത്ഥികൾ BJPക്ക് കൂടി സ്വീകാര്യരായിരിക്കണമെന്ന നിബന്ധന SNDP യോഗം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ താമര അടയാളത്തിൽ മത്സരിക്കണമെന്ന BJPയുടെ ആവശ്യം SNDP യോഗം നേതൃത്വം നിരാകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ SNDPക്ക് ഇപ്പോൾ ആകെ വിലപേശാൻ കഴിയുന്ന ഏക പാർട്ടി V. മുരളീധരൻ്റെ BJP മാത്രമാണ് എന്ന കഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. V. മുരളീധരൻ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? SNDPയുമായി തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കില്ല, അവരൊരു പാർട്ടിയായി വരികയാണെങ്കിൽ ആ പാർട്ടിയുമായി മുന്നണി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. മുന്നണിയുമില്ല, ഒരു ചുക്കുമില്ല. SNDPയുമായി കൈകോർത്ത് പിടിക്കുന്നു. SNDP മുന്നിൽ നിൽക്കും. V. മുരളീധരൻ അവരെ അണിയിച്ചാനയിച്ച് മുന്നോട്ട് നയിക്കാൻ പിന്നണിയിൽ നിൽക്കും. താമര ചിഹ്നത്തിൽ മത്സരിക്കാനും പോകുന്നില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സിസ്റ്റർ അമലയുടെ കൊലപാതകം, ആരാണ് കൊലപാതകം നടത്തിയത്, പിടിച്ചെന്നും പിടിച്ചില്ല എന്നും ഇന്നലെ മംഗളം പത്രം ഒരു വാർത്ത തന്നിരുന്നു. ആ വാർത്തയെ ഇപ്പോൾ ഇന്ന് മലയാള മനോരമ, ഇന്നലെ മംഗളപത്രം തന്ന വാർത്ത ഇന്ന് മനോരമ തന്നിരിക്കുന്നു. കാണുക, സിസ്റ്റർ അമലയുടെ കൊലപാതകം 3 പേർ കസ്റ്റഡിയിൽ. ലിസ്യു മഠത്തിലെ സിസ്റ്റർ അമലയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതിയുടെ ഉറ്റസഹായിയെയും ബന്ധുവിനെയും ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ച ഈരാറ്റുപേട്ട സ്വദേശി സതീഷ് ബാബുവിനെ പിടിക്കാൻ വ്യാപകമായി അന്വേഷിക്കുന്നു. അതാണ് ഇന്നലെ മംഗളം പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്ത. ഇതിനിടയിൽ നമുക്ക് പാലായിൽ നിന്ന് ലഭിക്കുന്ന ചില വാർത്തകളുണ്ട്. അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപം കൊണ്ടിരിക്കുന്നു. ഇതേ സംബന്ധിച്ച അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന ആക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആക്രമണത്തിന് പിന്നിൽ അജണ്ടയുണ്ടോ എന്ന് പാലാ രൂപത സംശയിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. കന്യാസ്ത്രീ മഠത്തിലേക്ക് കല്ലെറിഞ്ഞും ചൂളം കുത്തിയും തലക്കടിച്ച് ആക്രമണം നടത്തിയും ആസൂത്രിതമായ കന്യാസ്ത്രീ മഠത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നോ എന്ന ആശങ്ക കൂടി രൂപത മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പുതിയ രൂപഭാവങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് വേണം കരുതാൻ. ഇന്ന്
ഈ ശ്രീധരൻ്റേതായ ഒരു പ്രസ്താവന പത്രങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? സ്വപ്ന പദ്ധതി എന്ന് മലയാളികൾ വിശേഷിപ്പിക്കപ്പെട്ട ഈ പദ്ധതി ആരംഭിച്ച ഘട്ടത്തിൽ എന്തായിരുന്നു? ഇപ്പോൾ അതേ സംബന്ധിച്ച് ഈ ശ്രീധരൻ പറയുന്നത് ഈ പദ്ധതി മലയാളിക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്നാണ്. വിഴിഞ്ഞം പദ്ധതി കൊണ്ട് കേരളത്തിന് നേട്ടമില്ല. ഈ ശ്രീധരൻ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് കേരളത്തിന് നേട്ടമൊന്നും ഉണ്ടാകാനില്ലെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ ഇ ശ്രീധരൻ 7,000 മുതൽ 10,000 കോടി വരെ രൂപ വിഴിഞ്ഞത്തിനായി മുടക്കേണ്ടി വരും. ഒരു പ്രയോജനവുമില്ലാത്ത പാഴ്ചിലവായി അത് തീരും. ധാരാളം തുറമുഖങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിബിഡമായുണ്ട്. ഒരു കാര്യവുമില്ല ഈ തുറമുഖം വരുന്നത് വഴി എന്ന് ഈ ശ്രീധരൻ പറയുമ്പോൾ വളരെ പെട്ടെന്ന് മലയാളികൾ അത് തള്ളിക്കളയും എന്ന് കരുതാനാകില്ല. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ബോംബെയിൽ പണിയെടുക്കാൻ മറാഠികൾ മാത്രം മതി, അതിനാൽ ബാക്കി എല്ലാവരെയും അടിച്ചോടിച്ചവരാണ് ശിവസേന. അന്ന് അടിച്ചോടിച്ച ശിവസേനയുടെ ഇന്നത്തെ അവസ്ഥ എന്ത്? അത് നമുക്കൊന്ന് കാണാം ഈ കാർട്ടൂണിലൂടെ. 2 ഘട്ട കാർട്ടൂണാണിത്. ആദ്യ പകുതി കാണുക. ബീഹാറികളെ മുംബൈയിൽ നിന്ന് അടിച്ചോടിക്കുന്ന ശിവസേനയാണ് ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒറ്റയ്ക്ക് ശിവസേന മത്സരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ബീഹാറിലെ പാവപ്പെട്ടവരെ പ്രീണിപ്പിക്കുന്നതിന് അവരുടെ പിറകെ ബീഹാറിൽ നടക്കുന്ന ശിവസേനയുടെ ദുരന്ത ചിത്രം സുരേന്ദർ ഹിന്ദുവിൽ കാർട്ടൂണാക്കി നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളികളോട് ചോദിച്ചു, പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്? അത് കള്ളന്മാർക്കുള്ളതാണ്, പൊൻകുരിശ് തോമായ്ക്കുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ ഇന്ന് ഇതൊക്കെ എങ്ങനെ പറയാം? ഈ ചിത്രം ഒന്ന് കാണുക. ഇത് ശബരിമലയിലെ 18ാം പടിയാണ്. ആ പടികൾ ഇപ്പോൾ തന്നെ സ്വർണ്ണമാണ്. പക്ഷേ ആ പടികൾ പുതിയ പൊന്നും പടികളാക്കുന്ന പ്രവൃത്തി ചിത്രം മലയാള മനോരമ ഇന്ന് വർത്തമാനം പുറത്ത് നമുക്ക് തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനോട് സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.